ശബരിമല വിഷയത്തിൽ ഇപ്പോ അവസാന ഘട്ടത്തിലാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ SIT ഒരുങ്ങുകയാണ്. ഈ തന്ത്രി, പോറ്റി, വാസു, പത്മകുമാർ ഇവരിലേക്ക് മാത്രം അന്വേഷണം ഒതുക്കിക്കൊണ്ടുള്ള ഒരു അവസാന ഘട്ടത്തിലേക്കാണ് SITയുടെ നീക്കം എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് SIT തന്നെ മുക്കി. ഇന്നലെ ചില വാർത്തകൾ പുറത്തു വന്നത് ജയറാമിന്റെ കാര്യം, അല്ലെങ്കിൽ ജയറാം കൊടുത്ത മൊഴിയിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളത്. ഈ SIT അന്വേഷണം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അന്വേഷണം അവസാന ഘട്ടത്തിൽ എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താണ്? അല്ലെ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആളുകൾക്ക് ബോറടിച്ചു തുടങ്ങി. കാരണം ഒന്ന്, SIT ശേഖരിച്ച വിവരങ്ങളുടെ ചെറിയൊരു തുണ്ടൊക്കെയാണ് ലീക്ക് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. അത് അവരുടെ ചില താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടാനായിട്ടുള്ള സോഴ്സസ് ഇല്ല. അപ്പൊ ഇതിന്റെ വാർത്തകളുടെ അതേതാണ്ട് അടഞ്ഞ ഒരവസ്ഥയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതും ഇതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ SIT എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, കേസ് ഏതാണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. കേസിന്റെ തുടക്കത്തിൽ കുരിശിലേറ്റപ്പെട്ടത് CPM ആയിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞപ്പോൾ ആ കുരിശുമ്മ കയറാനായിട്ട് കോൺഗ്രസ് വന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ തന്ത്രിയെ സപ്പോർട്ട് ചെയ്ത് BJPയും കുരിശിൻ്റെ ഒരു മൂലയിൽ ഞങ്ങളുണ്ട് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. അങ്ങനെ ഇത് 3 പേർക്കും ആവശ്യമില്ലാത്തൊരു വിഷയമായിട്ട് മാറിപ്പോൾ. ശബരിമല കൊള്ള എന്ന് പറയുന്നത് അങ്ങനെ ഒരു മരവിച്ച അധ്യായമായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത്. അതിലൊരാൾ മുരാരി ബാബു വഴി കൂടെ നടന്നു വന്ന് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. പുള്ളിക്ക് മാത്രമാണ് ജാമ്യം കിട്ടി. മറ്റാർക്കും ജാമ്യം കിട്ടാൻ പറ്റാത്ത തരത്തിൽ കുറ്റപത്രം ഉടനെ സമർപ്പിക്കും. കുറ്റപത്രം സമർപ്പിച്ച ശേഷം വീണ്ടും ജാമ്യ ഹർജികളൊക്കെ ആയിട്ട് വന്ന് കുറെ കഴിയുമ്പോൾ അവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി നടക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ആ കേസിൻ്റെ ഒരു ക്ലൈമാക്സ് ഇപ്പോൾ അവസാനിച്ച അവസ്ഥയിലെത്തിയിരിക്കുക. പ്രധാന പ്രതി എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെയാണ്. അദ്ദേഹമാണ് അതെല്ലാം എടുത്തുകൊണ്ടുപോയത്. അതിന് എല്ലാവിധമായ സഹായങ്ങൾ ചെയ്ത ആളുകളാണ് ബാക്കി നമ്മളെ കേസിൽ പ്രതികളായിട്ടിപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകൾ. ഇതിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഈ മോഷണം പോയ വസ്തു അതിൻ്റെ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് കണ്ടെത്തപ്പെട്ടിട്ടില്ല. എത്രമാത്രമാണ് മോഷ്ടിച്ചത് എന്നറിയില്ല. എന്നുവെച്ചൊരു തുമ്പും വാലും ഇല്ലാത്ത തരത്തിൽ എത്തി നിൽക്കുന്ന ഒരു അന്വേഷണമാണ്. ഈ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു അന്വേഷണ സംഘം ED എത്തി. ഒന്നും പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ED അവിടെ ഇവിടെയൊക്കെ കയറി നടക്കും. അത് കഴിഞ്ഞ് EDന്റെ വഴിക്ക് പോകും. വാർത്തകൾ ഇതോടുകൂടിയൊക്കെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജയിലിലാക്കപ്പെട്ടവർ അവര് കൃത്യമായിട്ടും ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ട് മാറിത്തീരുന്നു. ബാക്കി ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം സോണിയാഗാന്ധിയുടെ പടം, ആൻ്റണിയുടെ പടം, അടൂർ പ്രകാശിൻ്റെ പടം, പിണറായി വിജയൻ്റെ പടം, കടകംപള്ളി സുരേന്ദ്രൻ്റെ പടം, ഇതൊക്കെ പോറ്റി എന്ന് പറയുന്ന ഒന്നാം പ്രതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും ഒരാളുടെ പടം കണ്ടാൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് പ്രധാനമായിട്ട് ഉയർത്തുന്നത്. സോണിയാഗാന്ധിയുടെ ഒപ്പം പോറ്റി നിന്നു എന്നുള്ളതിൻ്റെ പേരിൽ സോണിയ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയാണോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഇത് തന്നെ എല്ലാവരും ചോദിക്കും. അപ്പം അങ്ങനെ പടങ്ങൾ വെറും പടങ്ങളായി മാറും. അതിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം വരും. കേസ് എങ്ങനെ ഇനിയാണ് അവസാനിപ്പിക്കാൻ പോവുക എന്നത് കുറ്റപത്ര സമർപ്പണം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ രേഖകൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ തന്നെ ഈ ചർച്ചകളൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. അതെ, പക്ഷേ നമ്മൾ ഈ ചർച്ചകൾ നിർത്തുക എന്ന് പറയുമ്പോൾ, പക്ഷേ എൻ്റെ ഒരു സംശയമാണ്, ഈ സാധാരണ അമ്പലങ്ങളിൽ ഇപ്പോൾ തന്ത്രിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരും കാര്യങ്ങൾ നിയന്ത്രിക്കാം. ഇനി ഭരണ സംവിധാനത്തിലുള്ള ഏതെങ്കിലും ക്ഷേത്രമാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിമാരോ അതിൽ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അതിൽ ഇടപെടലുകൾ നടത്താം. ഇവിടെ അമ്പലത്തിന്റെ ഉള്ളിൽ പോലും കയറാത്ത, അമ്പലത്തിന്റെ വൃത്തികേടുകൾ തുടച്ച് വൃത്തിയാക്കുന്ന ഒരു പരികർമ്മി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇയാൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഈ കട്ടടപ്പാളി, സ്വർണ്ണപ്പാളി, ദ്വാര വിഗ്രഹപ്പാളികൾ ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ട് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, എല്ലാം പോറ്റിയാണ് എന്ന് പറയുമ്പോൾ എന്താ പോറ്റി എടുക്കാൻ ചെല്ലുമ്പോൾ ഇവരാരും ഇപ്പൊ നോക്കുന്നില്ല, ചോദിക്കുന്നില്ല? ഒരു ദിവസം രാവിലെ പോറ്റി എടുത്തോണ്ട് പോകുന്നതാണോ? അല്ല, പോറ്റിയോട് പറഞ്ഞു നീ എടുത്തോണ്ട് പോയിക്കോ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കളവ് നടത്തിയിരിക്കുന്നത്. പോറ്റി ഒരു ഉപകരണമാണ്.
ഇവരെല്ലാവരും കൂടി നടത്തിയ കൂട്ടുകച്ചവടമായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റും. മാത്രമല്ല ഇത് സ്ഥിരം ഒരു ഏർപ്പാടാണ് കുറേ കാലമായിട്ട്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ പേര് നമ്മളെ പിന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പഴയ ദേവസ്വം മന്ത്രിയായിരുന്ന എന്താണ് ശിവകുമാർ, പിന്നെ എന്താണ് KC വേണുഗോപാൽ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പേരുകളെല്ലാം ഇങ്ങനെ വരുന്നത്. ഈ പേരുകളുടെ നിര നീണ്ടു വരുമ്പോഴാണ് കോൺഗ്രസിന് പിന്നെ അതിനകത്ത് താല്പര്യമില്ലാതെ വരും. ഈ ആരാധനാമൂർത്തിയുടെ എല്ലാ അവകാശവുമുള്ള തന്ത്രി ഇതിൻ്റെ പ്രധാനപ്പെട്ട കൊള്ളക്കാരനാണ് അല്ലെങ്കിൽ അതിൽ പങ്കാളിയാണെന്ന് വന്നതോടുകൂടി BJPക്ക് അതിനകത്ത് താല്പര്യമില്ലാതെ വരികയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ കേസിൻ്റെ പൊതു സ്വഭാവം. അതുകൊണ്ട് പെട്ടെന്ന് കുറ്റപത്രം സമർപ്പണം. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ ചിലരെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് SIT ശ്രമിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. എങ്കിൽ അതും വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ജാമ്യം കിട്ടും. കുറെ കഴിയുമ്പോൾ എന്തായാലും എല്ലാവർക്കും ജാമ്യം കൊടുക്കേണ്ടി വരും. ജാമ്യമില്ലാതെ ഇവരെ അകത്ത് കിടത്താനായിട്ട് പറ്റുന്ന ഒരു കേസല്ല ഈ കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് പോകുന്ന ആൾക്കാരെ ജാമ്യം ഒന്നും കൊടുക്കുക, എത്ര വർഷം വേണമെങ്കിലും എന്ത് ചെയ്യാം, അകത്തിടാം. അങ്ങനെയൊക്കെയുള്ള സംവിധാനം അതിലെത്തി. പക്ഷേ ഇതൊരു മോഷണ കുറ്റമാണല്ലോ. അപ്പോൾ ഇതിന് അത്തരത്തിലുള്ള പ്രൊസീജിയർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ സാക്ഷി പറയാൻ വരയില്ലല്ലോ. അയ്യപ്പൻ വരില്ല, ഇവനെ കൂടിയാണ് എന്നെ കട്ടുണ്ടോ എന്ന് പറയില്ല. കോടതി മാത്രമാണ് ചോദിക്കുന്നത്, ദൈവത്തെ നീ അടിച്ചെടുത്തോടാ എന്ന് വാസുവിനോട്. ശങ്കർദാസ് ഇന്ന് തീരും നാളെ തീരുമെന്ന് പറഞ്ഞ് കിടന്ന് ശങ്കർദാസ് ഇപ്പം ജയിലിലേക്കായി. ഇപ്പൊ മൊത്തത്തില് അന്വേഷണം അവസാനിപ്പിച്ച് ബാക്കിയുള്ളവർക്ക് CPM-ലെയും കോൺഗ്രസിലെയും ഉള്ളവർക്കെല്ലാം ക്ലീൻ ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് SITയുടെ ലക്ഷ്യം. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ല, ബാക്കിയുള്ളവരൊന്നും ഇതിൻ്റെ അകത്ത് കയറണ്ട, കയറുകയൊക്കെ കിടക്കട്ടെ എന്നുള്ള നിലയ്ക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് കുറ്റപത്ര സമർപ്പണത്തിന് ശേഷം മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് പോലും ചർച്ച ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ആ അധ്യായം അടഞ്ഞിങ്ങനെ പോവുകയാണ്.